ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുലൈമാൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെയും ലോകത്തെയും ക്ഷേമം മുൻനിർത്തിയുള്ളതാണ് സ്വാശ്രയ ഭാരത മുന്നേറ്റമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. കേരളത്തിൽ രണ്ടാം 100 ദിന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി വർദ്ധിക്കുന്നു. 95.75% നിലവിലെ രോഗമുക്തി നിരക്ക്. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് 10.04%. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ജാഗ്രതയോടെ വേണമെന്ന് മന്ത്രി കെ ശൈലജ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെയും ലോകത്തെയും ക്ഷേമം മുൻനിർത്തിയുള്ളതാണ് സ്വാശ്രയ ഭാരത മുന്നേറ്റം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ വിശ്വഭാരതി സർവകലാശാലയുടെ 100ാം സ്ഥാപക ദിന ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരതമാതാവിനായി രവീന്ദ്രനാഥ് ടാഗോർ നടത്തിയ നിതാന്ത പരിശ്രമങ്ങളുടെയും അദ്ദേഹം പുലർത്തിയ ഉയർന്ന ആദർശങ്ങളുടെയും ഉദാത്ത രൂപമാണ് വിശ്വഭാരതി സർവകലാശാല എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സർവകലാശാല 100ാം വയസ്സിലേക്ക് കടക്കുന്ന ഈ മുഹൂർത്തം എല്ലാ ഭാരതീയനും അഭിമാനം പകരുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിലൂടെ കാലാവസ്ഥാ സംരക്ഷണത്തിനായുള്ള മുന്നേറ്റങ്ങൾക്ക് ഇന്ത്യ നേതൃത്വം നൽകുന്നതായി ശ്രീ മോഡി അഭിപ്രായപ്പെട്ടു. പാരീസ് ഉടമ്പടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിച്ച ചുരുക്കം ചില രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വെല്ലുവിളികളിൽ ഉഴറിയ ഇന്ത്യൻ സമൂഹത്തിന് നൂറ്റാണ്ടുകളോളം ആത്മവിശ്വാസം പകർന്നു നൽകിയ ഭക്തിപ്രസ്ഥാനം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ധൈര്യവും അറിവും ദർശനവും ഊർജ്ജവും പകർന്നു നൽകാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് നിസ്തുലം ആയിരുന്നുവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 1921 ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിഹിതമായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. രാജ്യത്തെ 9 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായി ചടങ്ങിൽ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. കേരളത്തിൽ രണ്ടാം 100 ദിന പരിപാടികൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത്. LDF പ്രകടന പത്രിക സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും സർക്കാർ പ്രാവർത്തികമാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യം പ്രഖ്യാപിച്ച 100 ദിന പരിപാടികളും വിജയമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം 100 ദിന പരിപാടികൾ അവതരിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ഇടപെടൽ ജനങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കാനാകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.75% ഉയർന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 2.80% പേർ മാത്രം. വിശദാംശങ്ങളുമായി അരവിന്ദ്. 24,712 പുതിയ കേസുകളാണ് കഴിഞ്ഞ ദിവസം രാജ്യത്ത് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 30,000-ഓളം പേർ രോഗമുക്തി നേടി. 312 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 2,83,000-ഓളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 97 ലക്ഷത്തോളം പേർക്ക് ഇതുവരെ രോഗം ഭേദമായി. നിലവിൽ ചികിത്സയിലുള്ളവരുടെ 34 ഇരട്ടിയോളം പേർ ഇതുവരെ രോഗമുക്തരായി. രാജ്യത്തെ മരണനിരക്ക് 1.45% കുറഞ്ഞതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 10,39,000-ലേറെ സാമ്പിളുകളാണ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചത്. ഇതോടെ ഇന്ത്യയിൽ ആകെ നടത്തിയ ടെസ്റ്റുകളുടെ എണ്ണം 16,53,00,000 പിന്നിട്ടു. കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നത് രോഗം നേരത്തെ തിരിച്ചറിയാനും ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാനും ഇതിലൂടെ മരണനിരക്ക് കുറയ്ക്കാനും സഹായിക്കും. കേരളം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവുമധികം കോവിഡ് രോഗികൾ നിലവിൽ ചികിത്സയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ഇന്നലെ 6,169 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 10.04% രോഗസ്ഥിരീകരണ നിരക്ക്. രോഗവ്യാപനം തുടരുന്ന സാഹചര്യത്തിലും വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ജനങ്ങൾ തികഞ്ഞ ജാഗ്രതയോടെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ നടത്തണമെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ അഭ്യർത്ഥിച്ചു. 62,802 പേരാണ് രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത്. ലോകത്ത് കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം 5.5 കോടി കവിഞ്ഞു. 8 കോടിയോളം പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച അമേരിക്കയിൽ മരണം 3.34 ലക്ഷം കടന്നു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാത്തിന്റെ 72ാമത് പതിപ്പ് ഈ ഞായറാഴ്ച രാവിലെ 11-ന് പ്രക്ഷേപണം ചെയ്യും. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ഉപഭോക്താവ് എന്ന നിലയിൽ വ്യക്തിക്കുള്ള അവകാശം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഉപഭോക്തൃ ദിനം നൽകുന്നത്. 1986-ൽ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസായത് മുതലാണ് ഈ ദിവസം ഉപഭോക്തൃ ദിനമായി ആഘോഷിക്കുന്നത്. നവകേരള വികസന രൂപരേഖ തയ്യാറാക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന സംസ്ഥാന പര്യടനം ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. പര്യടനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ് പരിപാടി. വിവിധ മേഖലകളിലെ 100ഓളം പ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. കോഴിക്കോട് ഫറോക്ക് നഗരസഭയിൽ 1 വയസ്സായ കുട്ടിക്ക് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്ത മുണ്ടിക്കൽ താഴം കോട്ടാമ്പറമ്പിൽ നിന്നും ശേഖരിച്ച ജലത്തിന്റെ സാമ്പിളിൽ ഷിഗല്ലയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കൊച്ചി മംഗലാപുരം ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉദ്ഘാടന തീയതി പിന്നീട് അറിയിക്കും. ജനുവരി 4 മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ കോളേജുകളും തുറക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. 5, 6 സെമസ്റ്റർ ക്ലാസുകളും ഗവേഷണ ക്ലാസുകളും PG എല്ലാ സെമസ്റ്ററുകളും ആദ്യം തുടങ്ങും. മറ്റ് സെമസ്റ്റർ ക്ലാസുകളെപ്പറ്റി പിന്നീട് തീരുമാനമെടുക്കും. SSLC, +2 പരീക്ഷകൾക്ക് പാഠഭാഗങ്ങൾ കുറയ്ക്കേണ്ടെന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. സ്കൂളുകളിൽ 10, 12 ക്ലാസ് തുടങ്ങിയ ശേഷവും ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസുകൾ തുടരാനും മന്ത്രി ശ്രീ C. രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. തമിഴ്നാട്ടിൽ നിയന്ത്രണങ്ങളോടെ ജല്ലിക്കെട്ട് നടത്താൻ സർക്കാർ അനുമതി നൽകി. ജല്ലിക്കെട്ടിൽ പങ്കെടുപ്പിക്കുന്ന കാളകളുടെ എണ്ണം 300-ൽ കവിയാൻ പാടില്ലെന്നും കാളയോട്ടത്തിൽ 150-ലേറെ പേർ പങ്കെടുക്കരുതെന്നും ഗവൺമെന്റ് നിർദ്ദേശിച്ചു. കേരളത്തിൽ ഈ മാസം 21-ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിജ്ഞ എടുക്കാൻ കഴിയാതിരുന്ന അംഗങ്ങൾക്ക് മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ B. ഭാസ്കരൻ അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഗുരുവായൂർ ക്ഷേത്രം തുറക്കുന്നതിന് തൃശൂർ ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ആദ്യഘട്ടത്തിൽ 2000 പേരെ മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്. ദർശനത്തിന് വരുന്നവർ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. മലയാള ചലച്ചിത്ര രംഗത്തെ യുവ സംവിധായകൻ ഷാനവാസ് നരണിപ്പുഴ കൊച്ചിയിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സൂഫിയും സുജാതയും, കരി എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു. 4 കോടിയിലേറെ വരുന്ന പട്ടികജാതി സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി 59,048 കോടി രൂപ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനായി കേന്ദ്രം അനുവദിച്ചു. 2ാം വിള നെല്ല് സംഭരണത്തിനുള്ള രജിസ്ട്രേഷനായി സപ്ലൈകോ ഓൺലൈൻ പോർട്ടൽ തുറന്നു. രജിസ്ട്രേഷൻ 2021 ഫെബ്രുവരി 15 വരെ ഉണ്ടായിരിക്കുമെന്ന് CMD അലി അസ്ഗർ പാഷ അറിയിച്ചു. വ്യാജ ST ഇൻവോയ്സുകൾ തടയുന്നതിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയതായി മന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. GST കൌൺസിലിന്റെ നിയമ കമ്മിറ്റി ശുപാർശയെ തുടർന്നാണ് ഈ തീരുമാനം. 6 മാസത്തിൽ കൂടുതലായി റിട്ടേണുകൾ സമർപ്പിക്കാത്തവരുടെ GST രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നാണ് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെയും ലോകത്തെയും ക്ഷേമം മുൻനിർത്തിയുള്ളതാണ് സ്വാശ്രയ ഭാരത മുന്നേറ്റമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. കേരളത്തിൽ 2ാം 100 ദിന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി വർദ്ധിക്കുന്നു. 95.75% നിലവിലെ രോഗമുക്തി നിരക്ക്. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് 10.04%. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ജാഗ്രതയോടെ വേണമെന്ന് മന്ത്രി KK ശൈലജ. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AirNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30-ന്.